ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വേറെയും എഗ് കറി റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അതൊക്കെ കാണാത്തവരാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ഈ ഒരു റെസിപ്പി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് മുട്ടയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇടേണ്ടത്. ഇനി നമുക്ക് പാനിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടകൾ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പൊടികളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ടൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനി ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് 1 മിനിറ്റൊക്കെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മുട്ട ഇവിടെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു ടൊമാറ്റോ പേസ്റ്റ് തയ്യാറാക്കിയെടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈസിലുള്ള ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ടൊമാറ്റോ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 2 ഏലക്കായ ചേർത്ത് കൊടുക്കാം. പിന്നെ 3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു കഷ്ണം പട്ട കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകം, പെരിഞ്ജീരകമല്ല ചെറിയ ജീരകം 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി സവാള ചേർത്ത് കൊടുക്കാം. 2 സവാളയാണ്, 2 മീഡിയം സൈസിലുള്ള സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. സവാള ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളിയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ റോ ടേസ്റ്റും സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ, അതൊന്ന് നന്നായിട്ട് മാറിക്കിട്ടണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ മുളക് പൊടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ടൊക്കെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോളൂ. പിന്നെ 2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് പെരിഞ്ജീരകം ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂൺ. പെരിഞ്ജീരകം പൊടിയാണെങ്കിൽ പൊടി ചേർത്താലും മതിയാവും. ഇനി ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം ഇല്ലെങ്കിൽ ഇളം ചൂടുവെള്ളമായാലും കുഴപ്പമില്ല, പക്ഷേ തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. പിന്നെ പൊടികളുടെ ആ റോ ടേസ്റ്റ് മാറാതെ ഇതിലേക്ക് വെള്ളം ചേർക്കാനും പാടില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് കറിക്ക് വിചാരിച്ച ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചുകൊണ്ട് ഒരു 5 മിനിറ്റൊക്കെ അടച്ച് വെച്ചുകൊണ്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിവിടെ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചതായിരുന്നു. ഇത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രേവിക്ക് അനുസരിച്ചിട്ടൊക്കെ വെള്ളം ചേർത്ത് കൊടുത്തോളൂ. പിന്നെ ഞാൻ സാധാരണ മുട്ടക്കറിയിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ്, അതായത് പഞ്ചസാര ഇവിടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓപ്ഷണലാണ്. ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കൊന്നും വേണ്ട. പഞ്ചസാര ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടകൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് വീണ്ടും അടച്ചു വെക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് അടച്ചു വെക്കാം. ഈ കറിയിലെ മസാലയൊക്കെ മുട്ടയിലേക്കൊന്ന് നന്നായിട്ട് പിടിച്ച് വരണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് വീണ്ടും അടച്ചു വെക്കാം.
കറി ഇവിടെ വീണ്ടും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്, കുറച്ചുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാനിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മുട്ടക്കറി ഒന്നുകൂടി ഒന്ന് സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട്, കറിയുടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളും സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. വേറെ ഒന്നുമല്ല കാര്യം, തേങ്ങാപ്പാലാണ്. കൂടുതലൊന്നും വേണ്ട, 1/2 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുകയോ ചൂടാക്കുകയോ ഒന്നും വേണ്ട. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്